പാഠമൊന്ന് എന്റെ ഭാഷ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതുമമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷ തൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. കൃത്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാഠം അല്ലെ, എന്റെ ഭാഷ. നമ്മുടെ മാതൃഭാഷയുടെ മഹത്വത്തിനെ പറ്റിയാണ് കവി പറയുന്നത് അല്ലെ. അപ്പോ എന്താ പറഞ്ഞത്? മിണ്ടിത്തുടക്കാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം. അമ്മിഞ്ഞപ്പാലോടൊപ്പം തന്നെയാണ് എന്ത് വരുന്നത്? അമ്മയെന്നുള്ള അമ്മേ എന്നാണല്ലേ നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഇതിന്റെ അർത്ഥം. പിന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, എന്താ പറയുന്നത്? അതുപോലെ മറ്റുള്ള ഭാഷകളെല്ലാം മനുഷ്യന്റെ ദാസിയും മാതൃഭാഷ പെറ്റമ്മയുമാണ് അല്ലെ. അമ്മയുടെ സ്നേഹ വാത്സല്യം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും അല്ലെ. അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടാണ് കുട്ടികള് വലുതാവുന്നത് അല്ലെ, പൂർണ്ണ വളർച്ച നേടുന്നത്. പിന്നെയോ അമ്മയുടെ കയ്യാൽ വിളമ്പി തരുമ്പോഴേ മക്കൾക്ക് എന്തും അമൃതായി തോന്നും അല്ലെ. അതുപോലെ ഏതു വേദവും ഏത് ശാസ്ത്രവും കവിതയും ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അത് മാതൃഭാഷയിൽ പഠിക്കണം അല്ലെ. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുകയുള്ളൂ. പിന്നെന്താ? സ്വന്തം ഭാഷയുള്ള വാക്കുകൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ തേനായി ചേരുകയും മറ്റുള്ളവ പുറത്തേക്ക് വരുന്ന തൂമുത്തുകളുമാണെന്നാണ് കവി പറയുന്നത് അല്ലെ. ഇതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് പാഠം ആരെ എഴുതിയതാണ്? ആരെ എഴുതി നെഡ്വിൻ? ഓക്കെ, വള്ളത്തോൾ. പ്ലീസ് അൺമ്യൂട്ട്. വള്ളത്തോൾ നാരായണ മേനോനാണ് കവിത എഴുതിയത് അല്ലെ. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോന്റെ വേറൊരു മഹാകവി വള്ളത്തോളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ വള്ളത്തോളിനെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു വരികളുടെ താഴെ നോക്കിയേ എല്ലാവരും ടെക്സ്റ്റില് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമെന്ന് കഴിഞ്ഞതിന് ശേഷം ഉണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകൾ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? ഇത് ആരൊക്കെയോ പറഞ്ഞ് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, എന്താ? ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. എന്താ പറയുന്നേ? ഭാരതം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അല്ലെ, ഭാരതം. അപ്പൊ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗം എന്ന് പറഞ്ഞാൽ മനസ്സല്ലേ. അപ്പൊ മനസ്സിൽ നമുക്ക് എന്തുണ്ടാവണം? അഭിമാനം ഉണ്ടാവണം ഭാരതം എന്ന പേർ കേൾക്കുമ്പോൾ. പിന്നെയോ കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. തിളയ്ക്കണം എന്ന് രക്തം അല്ലെ, നമ്മുടെ ഞരമ്പുകളിൽ നിന്ന് രക്തം തിളക്കണം. അത്രയും നല്ല ഇതാണെന്നാ പറഞ്ഞത് കേരളവും ഭാരതം അല്ലെ. അപ്പൊ ഭാരതം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇതും മഹാകവി വള്ളത്തോൾ എഴുതിയാണ് ഈ വരികളൊക്കെ. ഇപ്പൊ വള്ളത്തോളിന്റെ മറ്റ് കവി ഏതാണ് വരികൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനാവണം. അതിനുവേണ്ടിയാണ് മിസ് ഇത് പറഞ്ഞത്. താഴെ ഓർമ്മിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അർത്ഥം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, സമ്മേളിക്കുക, ചേരുക, ധാത്രി, വളർത്തമ്മ, ദുഗ്ധം, പാൽ. ഓക്കെ,
എല്ലാവരും നോട്ടും കൂടെ ആയിട്ട് ക്ലിയർ ചെയ്ത് നോക്കണേ. പൈതങ്ങൾ കുട്ടികൾ, കൃത്ത് മനസ്സ്, വക്രം മുഖം, ഹൃദ്യം മനോഹരം, ചീകരം വെള്ളത്തുള്ളി അല്ലെങ്കിൽ ചാറ്റൽ മഴ, താഴ് പൂവ്, പിന്നെയോ താര് പൂവ്, ബഹിർഭാഗം പുറം ഭാഗം അല്ലെ, തൂമുത്ത് മനോഹരമായ മുത്ത്. ഇത്രയും മീനിങ് എഴുതാൻ വേർഡ്സിന്റെ മീനിങ് അല്ലെ. പിന്നെയോ പിന്നെന്താ നമ്മള് താഴെ മിസ് എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലോ നോട്ട്സില്, പര്യായം അല്ലെ. പര്യായം ഏതൊക്കെയാണ്? പൈതം, കുട്ടി, പൈതൽ, കുഞ്ഞ്. പിന്നെയോ ചിത്തം. ചിത്തം എന്നുള്ള പദത്തിന്റെ പര്യായം എന്താണ്? മനസ്സ്, കൃത്ത്, മനം. മനസ്സ്, കൃത്ത്, മനം അല്ലെ. നെക്സ്റ്റ് ഹൃദ്യം. ഹൃദ്യം എന്ന് പറഞ്ഞാൽ ഹൃദ്യം മോഹനം, പിന്നെയോ സുന്ദരം, മനോഹരം. ഇതാണ് ഹൃദ്യം എന്നുള്ള വാക്കിന്റെ പര്യായങ്ങൾ അല്ലെ. പിന്നെയോ താര്. താര് പറഞ്ഞ പൂവല്ലേ, നമുക്കറിയാലോ അല്ലെ. താര്, പൂവ്, സുമം, പുഷ്പം അല്ലെ. നെക്സ്റ്റ് മുഖം എന്നുള്ള വാക്കിന്റെ പദത്തിന്റെ പര്യായം എന്താണ്? വക്രം, വദനം, ആനനം. എല്ലാ കുട്ടികളും ഇതൊക്കെ പഠിക്കണം. അപ്പൊ മുഖം എന്നുള്ളതിന്റെ പര്യായപദം ഏതൊക്കെയാണ്? വക്രം, വദനം, ആനനം അല്ലെ. നെക്സ്റ്റ് നാനാർത്ഥം പഠിക്കാം. എന്താണ്? ചിത്തം. ചിത്തം മനസ്സിന് ഒരർത്ഥമുണ്ട്, പിന്നെയോ ബോധം എന്നുണ്ട്, ജ്ഞാനം അറിവ് അല്ലെ. ഇതൊക്കെ ഉണ്ട്. പിന്നെയോ മാതൃക നോക്കി പൂരിപ്പിക്കാം. പിഞ്ച് അധികം ഇളം, പിഞ്ചിളം. പിഞ്ച് അധികം ഇളം. ഷിസ ഫാത്തിമ ലിസൺ ഹിയർ. പിഞ്ച് അധികം ഇളം, പിഞ്ചിളം. കേട്ട് അധികം അക്ഷരം. എന്താ? രണ്ട് അധികം അക്ഷരം ഇതില്, രണ്ടക്ഷരം, രണ്ടക്ഷരം. പിന്നെയോ കേട്ട് അധികം എഴുതി, കേട്ടെഴുതി. എഴുതുമ്പോ ശ്രദ്ധിക്കണം, എവിടെയും തെറ്റാൻ പാടില്ല. നമ്മൾ പൂരിപ്പിക്കുമ്പോ ഒക്കെ കറക്റ്റായി ചെയ്തിട്ട് നമ്മളത് അതാ തെറ്റായി പോകും എഴുതിയത്. ഓക്കെ. അപ്പൊ കേട്ട് അധികം എഴുതി എന്താണ്? കേട്ടെഴുതി അല്ലെ. കേച്ചെല്ലുന്നത് അവിടെ. പിന്നെന്താ വരുന്നത്? വാത്സല്യ ദുഗ്ധം. അതെങ്ങനെയാ? വാത്സല്യമാകുന്ന ദുഗ്ധം. അതുപോലെ താഴെ തന്നിരിക്കുന്ന രണ്ടെണ്ണം കൂടെ ചെയ്യണം. എന്ത്? ചിത്തതാരി. എന്താ? ചിത്തമാകുന്ന താരി, ചിത്തതാരി അല്ലെ. പിന്നെയോ ജീവിത സാഗരം. ജീവിതമാകുന്ന സാഗരം. ജീവിതമാകുന്ന സാഗരമാണ് എന്ത്? ജീവിത സാഗരം. പിന്നെ പരിശുദ്ധമായ വെണ്ണ. എന്താ? തൂവെണ്ണ. നല്ല മണം, തൂമണം. മനോഹരമായ മുത്ത്, തൂമുത്ത്. പിന്നെയോ മിണ്ടി തുടങ്ങാനുണ്ട് അല്ലെ. നമ്മൾ അതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. മിണ്ടി അധികം തുടങ്ങാനാണ് മിണ്ടി തുടങ്ങാൻ. പിന്നെന്താ? അമ്മിഞ്ഞ പാൽ, അമ്മിഞ്ഞ അധികം പാൽ, അമ്മിഞ്ഞ പാൽ. ഇപ്പ വരുന്നുണ്ട്, ഇരട്ടിക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം എഴുതുമ്പോ ഇപ്പ വരുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് അല്ലെ. ഉത്തരം എഴുതുക എന്ന് എഴുതിയിട്ട് താഴെ എഴുതുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത്? എന്താണ് നിങ്ങൾ ഈ കവിത പഠിച്ചിരുന്നത് നിങ്ങൾക്ക് തോന്നിയേ? എന്താണ് ഗ്രേസേ? മുഹമ്മദ് റഫാന? ആരാ പറയുന്നേ? ആ, പ്ലീസ് അൺമ്യൂട്ട്. മുഹമ്മദ് റിഹാൻ. റിഹാൻ റിഹാൻ എന്തോ പ്രശ്നമാണ്. സായി കൃഷ്ണ, പ്ലീസ് അൺമ്യൂട്ട്. സായി കൃഷ്ണ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? കേൾക്കുന്നില്ല? അറിയോ ജോസി? എന്താണ് ഉത്തരം എഴുതുകാന്റെ മുമ്പിലില്ല, അതൊന്ന് പറഞ്ഞുതരോ? ഏതാ ഉത്തരം? എഴുതുകാതിന് മുമ്പില പൂരിപ്പിക്കാം. ആ, മാതൃക നോക്കി പൂരിപ്പിക്കാറുണ്ട് അല്ലെ. പൂരിപ്പിക്കുക. രണ്ടാമത്തെ പറഞ്ഞത് ഏതാണ്? വായിച്ചേ. സായി,
ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മോൻ. ആരാ ഇപ്പം പറഞ്ഞു മിസ്സിനോട്? റിഹാന്. സായി കൃഷ്ണ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേതാ? പിഞ്ച് അധികം ഇളം എന്നുള്ളതാ? അല്ല മിണ്ടി തുടങ്ങാനോ? വാത്സല്യ ദുഗ്ധം അതില്ലേ? വാത്സല്യ ദുഗ്ധം എങ്ങനെയാ വരുക? വാത്സല്യമാകുന്ന ദുഗ്ധം. വാത്സല്യമാകുന്ന അതിന്റെ താഴത്തെ ചിത്തതാര് അല്ലെ? ചിത്തതാര്, ചിത്തമാകുന്ന താര്. മനസ്സിലായോ? അപ്പം ജീവിതസാഗരം അതിന്റെ. ഓക്കെ, ജീവിതസാഗരം, ജീവിതമാകുന്ന സാഗരം. നെക്സ്റ്റ് പരിശുദ്ധമായ വെണ്ണ, തൂവെണ്ണ. പരിശുദ്ധമായ വെണ്ണ, തൂവെണ്ണ. എഴുതിയോ? നെക്സ്റ്റ് നല്ല മണം, തൂമണം. നല്ല മണം, തൂമണം. മനോഹരമായ മുത്ത്, തൂമുത്ത്. എന്തേ ഹന്ന? ക്ലിയർ ആയോ സായി? എല്ലാവരും എഴുതാനാണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പൊ പിന്നെ സായി കൃഷ്ണ, സായി കൃഷ്ണ കേൾക്കുന്നില്ലേ? സായി കൃഷ്ണ കേൾക്കുന്നുണ്ട്. എന്താണ് സംശയം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്, ഡൗട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഉത്തരം എഴുതുകയിൽ ഫസ്റ്റ് വൺ എന്താ? പിഞ്ചിളം ചുണ്ടിൽ. കാണുന്നില്ല നിങ്ങളുടെ ടെക്സ്റ്റിലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത്. എന്താണ് സമ്മേളിക്കുന്നത്? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം നമ്മൾ പഠിച്ചല്ലേ? അമ്മയെന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത്. അതല്ലേ? നോട്ട് എഴുതിയിട്ടില്ലേ എല്ലാ കുട്ടികളും? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ എഡ്വിൻ? പ്ലീസ് അൺമ്യൂട്ട് എഡ്വിൻ. അമ്മയെന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം സമ്മേളിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. അതാണ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത് അല്ലേ? സമ്മേളിക്കുന്നത്. അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ്, മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? ആരെയാണ് മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത്? ആരെയാണ് എഡ്വിൻ? മാതൃഭാഷയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അൺമ്യൂട്ട് ചെയ്തോ മോൻ. അൺമ്യൂട്ട് ചെയ്യടാ. ഓക്കെ, എന്തേ അൺമ്യൂട്ട് ചെയ്യട്ടെ? പ്ലീസ് അൺമ്യൂട്ട് എഡ്വിൻ. എഡ്വിൻ പറഞ്ഞോ, എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ? മിസ്സേ കേൾക്കുന്നില്ല. മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? മാതൃഭാഷയെയാണ്. മാതൃഭാഷയാണ് മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത്. കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെ എന്നാ ക്വസ്റ്റ്യൻ ആൻസർ? കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെയാ? മാതാവിന്റെ വാത്സല്യ ദുഗ്ധം നുകർന്നാണ് കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് അല്ലേ? ഓക്കെ. അതിന് ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി തന്നെയാണ്. നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്ക്, അപ്പൊ മനസ്സിലാവും. റിവൈസേ മനസ്സിലാവുന്നുണ്ട്? റിവൈസേ. ഓക്കെ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് അമൃതം
അമൃതായി തോന്നുന്നത് എപ്പോൾ? നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? അമ്മ തന്നെ പകർന്നു തരുമ്പോഴാണ് അമൃതം അമൃതായി തോന്നുന്നത്. ജോസി മനസ്സിലായില്ലേ? ഏഞ്ചൽ പ്ലീസ് അൺമ്യൂട്ട് ഏഞ്ചൽ. ഓക്കെ, അപ്പൊ 5th ക്വസ്റ്റ്യൻ എന്താ? പ്രയാസകരമായ കാര്യങ്ങൾ മനസ്സിൽ പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മാതൃഭാഷയിൽ തന്നെ പഠിക്കുമ്പോഴാണ് പ്രയാസകരമായ കാര്യങ്ങൾ മനസ്സിൽ പതിയുന്നത് അല്ലേ? മിസ്സേ, ഞാനത് മിസ് ഇന്നലെ വിട്ടത് ഞാൻ ഇന്ന് എഴുതുന്നതേ ഉള്ളൂ. എഴുതിയാ മതി, എല്ലാവരും എഴുതണം. നെക്സ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തൻ ബഹിർഭാഗം ചിത്തനാരിൽ ഉൾപ്പെടാനായി ചേരുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലാരോ ആർക്കും? 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ എഡ്വിൻ? വായിച്ചേ. ചിത്തധാരിൽ ഉൾപ്പെടാനായി ചേരുന്നതെന്ത്? എന്താ ആൻസർ? വായിച്ചേ. മാതൃഭാഷയ്ക്കു വെള്ളത്തുള്ളികളാണ് ചാറ്റൽ മഴ ചിത്തധാരിൽ ഉൾത്തേനായി ചേരുന്നത് അല്ലേ? ചിത്തധാരിൽ ഉൾത്തേനായി ചേരുന്നത്. നെക്സ്റ്റ് തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? മിസ്സേ കേൾക്കുന്നില്ല മിസ്സേ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചേ. 7th ക്വസ്റ്റ്യൻ. ശ്രീബുദ്ധനും മാൻകിടാവും. 2ാമത്തെ ലെസൺ ശ്രീബുദ്ധനും മാൻകിടാവും അല്ലേ ഗ്രേസേ? ടെക്സ്റ്റ് എടുത്ത് നോക്കിയേ. ശ്രീബുദ്ധനും മാൻകിടാവും. ഒരിക്കൽ ശ്രീബുദ്ധനെ പറ്റി കേട്ടിട്ടുണ്ട് നിങ്ങള്? ബുദ്ധനെ അറിയില്ലേ? എങ്ങനെയുള്ള ആളാണ്? ദയുള്ള ആളാണ് അല്ലേ ബുദ്ധൻ? ഓക്കെ, ഹന്ന റോസ് കേട്ടിട്ടുണ്ട്, ഹന്ന. ഓക്കെ, അപ്പോ ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ടെക്സ്റ്റിലേക്ക് നോക്കണം. അനുപ്രിയ ടെക്സ്റ്റ് നോക്കിയിരുന്നേ. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു ചേർത്ത് കിട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ പറയുന്നത്? ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. എന്താ കണ്ടത്? കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്താ കണ്ടത്? കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ ഇത് മരത്തോട് കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടു അല്ലേ? എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൊ ശ്രീബുദ്ധനെ പറ്റി മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദയുള്ള ആളാണ് ശ്രീബുദ്ധൻ, ദയുള്ള ആളാണല്ലേ? ആ മാനിനെ ആരോ കടമ്പു മരത്തോട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തേ ഷിസ? മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ഷിസ? അതെ അല്ലേ? എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു.
ഇപ്പൊ ഇല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? എന്താ പറഞ്ഞത്? ശ്രീബുദ്ധനും മാണിക്യടാവുവിന്റെ കഥയിൽ എന്താ പറയുന്നത്? ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്ത് കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത ഓർന്നുകൊണ്ട് അദ്ദേഹം തുടങ്ങി. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. എന്ത് കാഴ്ച കണ്ടത്? കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. ഇതൊരു ഭീകരമായ പ്രവൃത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരുടെ കണ്ണുകളായിരുന്നു നിറഞ്ഞത്? ശ്രീബുദ്ധൻ. ഓക്കെ, ഹന്നക്കും അറിയാം അല്ലെ ഹന്ന? ശ്രീബുദ്ധന്റെ കണ്ണുകളായിരുന്നു നിറഞ്ഞത് അല്ലെ? എന്ത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞത്? എന്താ ഹന്ന? വരിഞ്ഞു കെട്ടിയിരിക്കുന്ന കണ്ടിട്ടാണ് കണ്ണുകൾ നിറഞ്ഞത് അല്ലെ? പിന്നെ ശ്രീബുദ്ധൻ പതുക്കെ നടന്നു ആനിന്റെ അടുത്ത്. ആ സാധു ജീവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? എന്താ ചോദിച്ചത്? ഷിസക്കുട്ടി, ഷൻസ ഇങ്ങോട്ട് ചോദിച്ചേ. അപ്പൊ എന്താണ് ചോദിച്ചത്? എന്താണ്? ശ്രീബുദ്ധൻ പതുക്കെ നടന്നു. എവിടത്തേക്ക്? മാനിന്റെ അടുത്തേക്ക് നടന്നു അല്ലേ? കേൾക്കുന്നില്ല? ഓക്കെ. അപ്പോ ഒരു സാധു ജീവി നിറകണ്ണുകളാണ് ഈ മാന് അല്ലെ? മാന് നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി അല്ലേ? ഓക്കെ. പിന്നെ കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി ആർക്ക് തോന്നി? ശ്രീബുദ്ധന് തോന്നി അല്ലേ? അപ്പോഴേക്കും ഒരു വഴിപൊക്കൻ അതിലേ വന്നു. വഴിപൊക്കൻ എന്ന് പറഞ്ഞാല് വഴിയെ വരുന്നവരല്ലേ? അതായത് യാത്രക്കാരൻ. ഓക്കെ. എന്നിട്ടോ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം തിരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? എന്താ ചോദിച്ചത്? ഈ മിണ്ടാപ്രാണിയെ ഇപ്രകാരം എന്തിനാണ് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? ശ്രീബുദ്ധന് ദയ തോന്നിയത് എന്ത് കണ്ടിട്ടാണ്? എന്ത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണ് നിറഞ്ഞത്? എന്ത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണ് നിറഞ്ഞത്? അല്ലെ? ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന് എന്ത് തോന്നിയത്? ശ്രീബുദ്ധന്റെ കണ്ടിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത് എന്തിനാ? കെട്ടഴിച്ചു വിട്ടേ? ശ്രീബുദ്ധനോട് ദയ തോന്നിയത് കൊണ്ട് അല്ലേ? ശ്രീബുദ്ധന് മാനിനോട് ശ്രീബുദ്ധൻ അതിനെ കെട്ടഴിച്ചു വിട്ടത് അല്ലേ? അപ്പൊ നമ്മുടെ ശ്രീബുദ്ധനും മാനിടോ എന്നുള്ളത് ഒരിക്കൽ ശ്രീബുദ്ധൻ നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. ഏതിലെ നടന്നു വരുന്ന? നദീതീരത്ത് കൂടി അല്ലേ? നേരം പുലർന്നിട്ടേ എങ്ങും കിളികളുടെ കളകളാരും പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ധീരമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന് മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. യാചന പറഞ്ഞ എന്താ അർത്ഥം? അല്ലേ? തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു. വഴിപോക്കൻ എന്ന് എന്താ? വഴിയാത്രക്കാരനല്ലേ? സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. സ്വാമിൻ, മഗധ രാജകുമാരനെ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ
വന്നാൽ ഇത് പൂരം പേറ്റ് ഇഴഞ്ഞു ചാവും വഴിപോക്കൻ പറഞ്ഞു. എന്താ വഴിപോക്കൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സ്വാമി ഓക്കെ, സ്വാമി രാജകുമാരനെ അസ്ത്രവിദ്യ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് പൂരം പേറ്റ് പിടഞ്ഞ് ചാവും. ഓക്കെ, പൂരം പേറ്റ് പിടഞ്ഞു ചാവുന്ന് പറഞ്ഞു അല്ലേ വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. എന്ത്, ഇങ്ങനെ പൂരം പേറ്റിട്ട് കൊല്ലുന്നത് ക്രൂരതയാണല്ലേ? ഓക്കെ, ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി അല്ലേ? ഇതാലോചിച്ച് ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നു. രാജകുമാരനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ എന്ന് വഴിപോക്കൻ പറഞ്ഞിട്ട് അദ്ദേഹം നടന്നുപോയി അല്ലേ? അപ്പൊ മാനിനെ എന്തിട്ടാണ് എന്ത് പഠിക്കുന്നത്? അസ്ത്രവിദ്യ പഠിക്കുന്നത് അല്ലേ? ക്ലിയർ ആവുന്നില്ലേ എല്ലാവർക്കും? ഗ്രേസെ മനസ്സിലാവുന്നില്ലേ ഗ്രേസെ? ഓക്കെ, നമ്മളെ സമയം തീരാറായി. നമുക്ക് അടുത്ത പാരഗ്രാഫ് മുതൽ അടുത്ത ദിവസം പഠിക്കും അല്ലേ? ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മൾ എത്ര വരെ പഠിച്ചു? വഴിപോക്കൻ നടന്നു പോയിന്ന് വരെ എല്ലാ കുട്ടികളും ഒരു 5 times എങ്കിലും വായിച്ചിട്ട് വരണം. അവിടെ എഴുതി വെച്ചേ, റീഡ് 5 times എഴുതി വെച്ചേ. റീഡ് 5 times എഴുതണം. 5 തവണ വായിച്ച് പേരൻസിന്റെ സൈൻ വാങ്ങി പോസ്റ്റ് ചെയ്യണം ഗ്രൂപ്പ്. ഓക്കെ എല്ലാവർക്കും? ഓക്കെ, ശ്രീബുദ്ധനും മാൻകിടാവും എന്ന പാഠം ഇതിന്റെ ഏകദേശം നമ്മൾ എത്ര പേര് എടുത്തത്? വഴിപോക്കൻ നടന്നു. അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ കടന്നു. ഇതുവരെ എല്ലാ കുട്ടികളും 5 തവണ വായിച്ചിട്ട് പാരൻസ് സൈൻ ചെയ്ത് വാങ്ങി എല്ലാ കുട്ടികളും ചെയ്യണം. ആരും അനാസ്ഥ കാണിക്കാൻ പാടില്ല, എല്ലാവരും ചെയ്യണം. വഴിപോക്കൻ നടന്നു പോയി അവിടം വരെ വായിച്ചാൽ പോരെ? അതുവരെയല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത്, അതുവരെ വായിച്ചാൽ ഓക്കെ. അതുവരെ എല്ലാ കുട്ടികളും നല്ല മക്കളായി വായിക്കണം. ഓക്കെ, നമ്മുടെ സമയം തയ്യാറായി. അപ്പൊ ബൈ, സീ യു. ബൈ മിസ്. താങ്ക് യു ടീച്ചർ. ബൈ മിസ്. ബൈ.